بسم الله الرحمن الرحيم ألم تر إلى الذين أوتوا نصيبا من الكتاب يدعون إلى كتاب الله ليحكم بينهم ثم يتولى فريق منهم وهم معرضون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നമ്മളെ ക്ലാസ് പ്രത്യേകിച്ച് മുതിർന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ ഒരു ക്ലാസ്സാണ്. കാണുന്നവർ ഫുൾ സ്ക്രീനിൽ കാണുക. ഇന്ന് 31ാമത്തെ ക്ലാസ്സാണ്. കാണുന്നവരൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാം. സൂറത്തു ആലിമ്രാൻ സൂറത്തിന്റെ 23ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر إلى الذين أوتوا نصيبا من الكتاب يدعون إلى كتاب الله. തുടക്കം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അലം തറ ഇലല്ലദീന ഊതു നസീബ. നമ്മൾ വഖഫ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എവിടെയാണോ നമ്മൾ നിർത്തുന്നത്, ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നത്, അവിടെ സുക്കൂൻ ചെയ്യുക. തൻവീൻ ഫത്ഹോ അല്ലെങ്കിൽ നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം, വഖഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അത് അല്പം ഒന്നും കൂടി നീട്ടുക. ആ നീട്ടുന്നതിൻ്റെ പേരാണ് മദ്ദ് ആരിള് എന്ന് പറയും. ألم تر إلى الذين أوتوا نصيبا من الكتاب يدعون إلى كتاب الله. ألم تر إلى الذين أوتوا نصيبا. തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ഹാകുമ്പോൾ നസീബ എന്ന് പറഞ്ഞിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇലല്ലദീന ഊതു അവിടെ നീട്ടാനുണ്ട്. അപ്പൊ നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സുക്കൂൻ ചെയ്യുക. സുക്കൂനിലോട്ട് പിന്നെ നോക്കണ്ട, അവിടെ സുക്കൂൻ തന്നെയാണല്ലോ. അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുദ്ഔന ഇലാ കിതാബില്ലാഹ്. ألم تر إلى الذين أوتوا نصيبا من الكتاب. بائن سكون കൊടുത്തു. أوتوا نصيبا من الكتاب يدعون إلى كتاب الله ليحكم بينهم ثم يتولى فريق منهم وهم معرضون. ഇവിടെ ശദ്ദുള്ള നൂന്, ശദ്ദുള്ള മീമ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മണിക്കണം. മീമിന്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്യ എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുകയും ചെയ്യാം. മീമിന്റെ ശേഷം ഇവിടെ കണ്ടില്ലേ, ബൈനഹും സുമ്മ. ഇവിടെ സുക്കൂനുള്ള മീമിന്റെ ശേഷം സ ആണ് വന്നിട്ടുള്ളത്, മീമല്ല. മീമിന്റെ ശേഷം മീം വന്നാൽ കൂട്ടി യോജിപ്പിക്കുക. ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, എന്നിട്ട് മണിക്കുക എന്ന് പറയാം അല്ലേ. മീമിന്റെ ശേഷം ബ ആണെങ്കിൽ മറച്ച് മണിക്കുക. വ്യക്തമായി പറയാതെ മറച്ച് മണിക്കുക, ഒഴിവാക്കുകയും ചെയ്യാതെ മറച്ച് മണിക്കുക അല്ലേ. അതിനെ വെളിവാക്കി പറയാതെ
പറ്റ ഒഴിവാക്കുകയും ചെയ്യാതെ ഒന്ന് ആണ് മറച്ച് മണിക്കുക. ബാക്കിയുള്ള ഏതക്ഷരം വന്നാലും 28 അക്ഷരങ്ങളാണുള്ളത്. ബാക്കിയുള്ള ഏതക്ഷരം വന്നാലും എന്ത് ചെയ്യണം? നമ്മൾ വെളിവാക്കണം. ബൈനഹും മീമിനെ വെളിവാക്കണം. മീമിന്റെ കാര്യമാണ് പറഞ്ഞത്. മീമിനെ വെളിവാക്കുകയും മറച്ച് മണിക്കുകയും മീമിനെ ശക്തിയായിട്ട് മണിക്കുകയും ചെയ്യുന്ന 3 സ്ഥലമാണ് പറഞ്ഞത്. മീമിന്റെ മീം വന്നാൽ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. മീമിന്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുക. മീമിന്റെ ശേഷം ബാക്കി ഏതക്ഷരം വന്നാലും അത് ഏതൊക്കെ അക്ഷരം എന്ന് നമ്മൾ നോക്കണോ? അവിടെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട നോക്കേണ്ട ആവശ്യം. മീം വന്നാലും ബ വന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതൊക്കെ വ്യക്തമായി പറയാം. ബൈനഹും സുമ്മ യതവല്ല. ഈ മീമ് സുക്കൂനുള്ള മീമല്ല. സുമ്മ എന്നുള്ളത് എന്തല്ല, സുക്കൂനുള്ള മീമല്ല. സുക്കൂനുള്ള മീമേ നോക്കേണ്ടതുള്ളൂ. ثم يتولى فريق منهم കണ്ടില്ലേ? മിൻഹും വഹും മുഅ്രിളൂൻ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി എന്നിട്ട് മണിച്ചു ഒറ്റ മീമായിട്ട് പറയുന്നു. രണ്ട് മീമായിട്ട് പറയുന്നില്ല. വഹും മുഅ്രിളൂൻ. ഒന്നുകൂടെ ഓതി നോക്കി. അലം തറ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് കുറച്ചധികമായിട്ട് എന്ത് ചെയ്യുക, ആയത്തുകൾ കൂടെ എണ്ണം കൂട്ടിയിട്ട് നമുക്ക് ഓതണം. ഏകദേശം മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നമ്മളെ ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള ക്ലാസ്സുകൾ ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ ക്ലാസ് നിർബന്ധമായിട്ടും കേൾക്കുക. ألم تر إلى الذين أوتوا نصيبا من الكتاب يدعون إلى كتاب الله ليحكم بينهم ثم يتولى فريق منهم وهم معرضون. 24 ذلك بأنهم قالوا لن تمسنا النار إلا أياما معدودات. തൻവീൻ കസറാണ്. തൻവീൻ ഫത്ഹോ നീട്ടാനുള്ളതോ ആണെങ്കിൽ അതുപോലെ പറയുക. ബാക്കിയുള്ളതിനൊക്കെ സുക്കൂൻ കൊടുക്കണം. അപ്പൊ മഅദൂദാത്ത് സുക്കൂൻ കൊടുത്തു. ലൻ തമസ്സന എന്ന് പറയാതെ ലൻ. ഇവിടെ സുക്കൂനുള്ള നൂനാണ്. നൂനിന്റെ നിയമങ്ങളും ഓർമ്മയിലുണ്ടാകണം. അപ്പൊ മുമ്പുള്ള ക്ലാസ്സുകൾ കേൾക്കൽ നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും പറയുമ്പോൾ ഒരുപാട് ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും പറയുമ്പോൾ അപ്പോൾ ആളുകൾക്ക് ഒന്നും കൂടി ചിലപ്പോൾ അത് ചില ആളുകൾക്കൊക്കെ ഒരു വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലൻ തമസ്സന النار إلا أياما معدودات എന്ന് പറഞ്ഞു പോവാണ്. സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം ബ വന്നാൽ നൂനിന്റെ സ്ഥാനത്ത് മീമാക്കി കൊടുത്ത് മീമ് ഉള്ളതുപോലെ പറയുക. നൂനിന്റെ സ്ഥാനത്ത് മീം അല്ലേ, മീമാക്കി ലൻ എന്നുള്ളത് ലം എന്നാക്കി പറയാം. ശേഷമുള്ള അക്ഷരം തന് പകരം ബ ആണെങ്കിൽ ഇവിടെ ത ആണ്, അവിടെ എന്ത് ചെയ്യണം, മാറ്റേണ്ട. നൂനിന്റെ ശേഷം ലാമോ റോ ആണെങ്കിൽ നേരെ ഈ നൂനിനെ ലാമിലേക്ക് അല്ലെങ്കിൽ റോയിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. നൂൻ അവിടെ പറയേയില്ല. ഇനി നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം നൗമി നൂന് വാവ് മീമ് യാ, നൂന് വാവ് മീമ് യാ എന്നീ അക്ഷരങ്ങളാണ് വന്നെങ്കിൽ ഈ നൂന് വാവ് മീമ് യാ എന്നീ അക്ഷരത്തിലേക്ക് ഏതക്ഷരമാണുള്ള ആ അക്ഷരത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. ഇവിടെയും നൂന് പറയില്ല അല്ലെങ്കിൽ തൻവീന് പറയില്ല. പിന്നെ എന്ത് ചെയ്യുന്ന, അടുത്ത അക്ഷരത്തിലേക്ക് കൂട്ടുന്നു, അതിന്റെ കൂടെ മണിക്കുകയും ചെയ്യുന്നു. ഇനി സുക്കൂനുള്ള നൂനിന്റെ ശേഷം ഇദാനക്ഷരമായ ഹംസ ഹ ഐന് ലൈന് ഈ 6 അക്ഷരങ്ങൾ വന്നാൽ
നൂനിനെ വ്യക്തമാക്കി, നൂന് എങ്ങനെയാണുള്ളത്, സുക്കൂനുള്ള നൂൻ എങ്ങനെയാ പറയുക, അതുപോലെ വ്യക്തമായി പറയുക. ഇദ്ഹാറിന്റെ അക്ഷരമാണ്. ഇതല്ലാത്ത ബാക്കി നമ്മുടെ ചാർട്ടിലുള്ള ഏതക്ഷരം വന്നാലും ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കാം. ഒഴിവാക്കുകയും ചെയ്യാതെ വ്യക്തമാക്കുകയും ചെയ്യാതെ, ഒഴിവാക്കുകയോ വ്യക്തമാക്കുകയോ ചെയ്താൽ ഈ രണ്ടിന്റെയും ഇടയിൽ ഒഴിവാക്കണില്ല എന്നിട്ട് പറയണൂല. ആ രൂപത്തില് പറഞ്ഞില്ലേ, ലൻ തമസ്സന എന്ന് പറയാതെ ലൻ ലൻ ഇപ്പൊ വെളിവായി അങ്ങനെ പറയാൻ പറ്റൂല. ത ആണുള്ളത്, ശേഷമുള്ള അക്ഷരം ഇഖ്ഫായിന്റെ അക്ഷരമായ ത ആണ്. ലൻ തമസ്സന നാർ എന്ന് പറഞ്ഞ വെളിവായി. ലതമസ്സന റാപ്പ നൂന് പറ്റ ഒഴിവായി, അത് പറ്റൂല. ലൻ തമസ്സന നാറു ഇല്ലാ അയ്യാമൻ മഅദൂദാത് وغرهم في دينهم ما كانوا يفترون. وغرهم വ്യക്തമായി في دينهم ما ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു മണിച്ചു. في دينهم ما كانوا يفترون. ഒന്നുകൂടെ ذلك بأنهم قالوا لن تمسنا النار إلا أياما معدودات وغرهم في دينهم ما كانوا يفترون. 25 فكيف إذا جمعناهم ليوم لا ريب فيه. ഇവിടെ കണ്ടില്ലേ, ലിയൗമിൻ എന്ന തെൻവീന്റെ ശേഷം ലാമു വന്നു. തെൻവീനിന്റെ ശേഷം ലാമു വന്നാൽ, ലാമോ റാ വന്നാൽ തെൻവീൻ പറയില്ല, തെൻവീനിനെ ലാമിലേക്ക് കൂട്ടുക. ലിയൗമിൻ ലാ എന്ന് പറയാതെ ലിയൗമിൻ ലാ അങ്ങനെയാണ് പറയേണ്ടത്. ലിയൗമിൻ ലാ റൈബ ഫീഹി വവഫിയത് കുല്ലു നഫ്സിൻ മാ കസബത് വവഫിയത് കുല്ലു നഫ്സിൻ മാ കസബത്. നഫ്സിൻ മാ തൻവീനേശം മീം വന്നു, നൗമി നൂന് വാവ് മീം യാ. എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. നഫ്സിൻ മാ എന്നല്ല, നഫ്സിൻ മാ മണിക്കുക. നഫ്സിൻ മാ കസബത് വഹും നഫ്സ് കുല്ലു വവഫിയത് കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ വഹും ലാ യുദ്ലമൂൻ. ഫകൈഫ ഇദാ ജമഅനാഹും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓത്ത് പരമാവധി സ്ലോ ആണ്, കൂടെ നിങ്ങളും ഓതണം ഇൻഷാ അല്ലാഹ്. فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون. 26 قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء قل الله വായിക്കൽ ഇങ്ങനെ قل الله قل الله قل الله എന്ന് വായിക്കരുത്, قل الله എന്ന് വായിക്കരുത്. അല്ലാഹു എന്ന വാക്കിന് മുമ്പ് അല്ലാഹു എന്നുള്ള വാക്കുണ്ടല്ലോ, ആ അല്ലാഹു എന്ന ഇസ്മിന് മുമ്പ് കസ്ർ വന്നാൽ ബിസ്മില്ലാ എന്ന് പറയുന്നത് പോലെ ബിസ്മില്ലാ എന്നാണല്ലോ എഴുതിയിട്ടുള്ളത് അല്ലേ. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ബിസ്മില്ലാ, അഊദു ബില്ലാഹി, ബില്ലാഹി എന്തുകൊണ്ടാണ്? കസ്ർ ഉണ്ടായത് കൊണ്ടാണ്. ഖുലില്ലാ ഇതെപ്പോഴും ശ്രദ്ധിക്കണം. നമുക്കറിയാമെങ്കിലും ഒന്ന് അല്പം ചിലരെങ്കിലും വളരെ കുറവായിട്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഖുലില്ല എന്തേ പറഞ്ഞത്? ഒരുപാട് പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സൊക്കെ എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.
നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള അല്ലെങ്കിൽ മനസ്സിലാവൂല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ മാറ്റി വെക്കുക. ഇത് കണ്ടില്ല, അള്ളാഹു എന്ന വാക്കാണ്. അള്ളാഹു എന്ന വാക്കിന് മുമ്പ് ഏത് സ്ഥലത്ത് എവിടൊക്കെ സ്ഥലങ്ങളുണ്ടോ, എവിടൊക്കെ അള്ളാഹു എന്നുണ്ടോ, ഇത് അള്ളാഹുമ്മ എന്നാണ്. ഞാൻ അള്ളാഹു എന്നായാലും വേണ്ടില്ല, അള്ളാഹുമ്മ എന്നായാലും വേണ്ടില്ല. ഈ അള്ളാഹു എന്ന വാക്കിന് മുമ്പ് ഉള്ള അക്ഷരം അല്ലെ, അള്ളാഹു എന്ന വാക്കിന് മുമ്പുള്ള അക്ഷരം ലീ എന്നുള്ളതാണ്. പുലി, അതിന് കെസറാണ് വന്നിട്ടുള്ളത്. കെസർ വന്നാൽ അള്ളാഹു എന്ന വാക്കിനെ അള്ളാ എന്നല്ല ഉച്ചരിക്കുക, അള്ളാ എന്നല്ല ഉച്ചരിക്കുക, ല. നമ്മൾ ബിസ്മില്ല എന്ന് പറയുന്നത് പോലെ അത് ഓർമ്മിച്ചാൽ മതി. ബിസ്മില്ല എന്തുകൊണ്ടാണ് പറയുന്നത്? മി, ബിസ്മി എന്ന കെസർ വന്നതുകൊണ്ടാണ്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തു'തിൽ മുൽക മൻ തശാ. മൻ തശാ എന്ന് പറഞ്ഞില്ല, കാരണം ത ആണ് വന്നിട്ടുള്ള ശേഷമുള്ളത്. ഇഖ്ഫാ ചെയ്യണം. മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അത് മുത്തസിലാണ് അല്ലേ, ചേർന്ന് വന്നതാണ്. തശാ എന്ന അലിഫിന് ശേഷം വന്ന ഹംസ, തശാ എന്നുള്ള ഹംസ വന്നത് അതേ വാക്കിലായതുകൊണ്ടാണ് മദ് മുത്തസിൽ എന്ന് പറയും. وتنزع الملك ممن تشاء وتعز من تشاء وتعز من تشاء وتذل من تشاء. ഇവിടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. ബിയദികൽ ഖൈർ. ഇവിടെ വഖഫ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചില്ലേ? ഖൈർ എന്ന് പറയുന്നവരുണ്ടോ? ഉണ്ടോ? ഒന്ന് നോക്കുക. ബിയദികൽ ഖൈർ, ബിയദികൽ ഖൈർ ഇങ്ങനെയുള്ള സ്ഥലം. റാഇന് സുക്കൂന് മുമ്പ് യാഇന് കസ്ർ, യാഇന് സുക്കൂന് അതിന് മുമ്പ് ഫത്ഹക്ക് വരുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തർഖീഖ് ചെയ്യുക. ഖൈർ എന്ന് പറയാതെ ഖൈർ. വഖഫ് ചെയ്യുമ്പോൾ റാഇന് സുക്കൂൻ വന്ന് തൊട്ട് മുമ്പുള്ള ലീനിന്റെ അക്ഷരമായ ആയതുകൊണ്ട് അല്പം നീട്ടുകയും ചെയ്യണം. ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. റാഇന് തർഖീഖ് ചെയ്തു. ബസീർ, നകീർ ഇങ്ങനെയുള്ള സ്ഥലവും ഖൈർ, നകീർ, ഖദീർ ഇതെപ്പോഴും ഓർമ്മയിലുണ്ടാവുക. ഇതുപോലെയുള്ള സ്ഥലം ആയത്തിന്റെ അവസാനം മാത്രമല്ല, നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആയത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും വന്നാൽ അവിടെയൊക്കെ വഖഫ് ചെയ്യുമ്പോൾ ഈ മദ് ലീന് എന്ന് പറയും. ഈ മദ് അവിടെ ഉണ്ടാവും. ബിയദികൽ ഖൈർ ഇന്നക അലാ, അവിടെ നിർത്തുന്നില്ല എങ്കിൽ അത് വരൂല. ബിയദികൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ നിർത്തുന്നില്ല എങ്കിൽ അപ്പോഴും വരൂല. ഇന്നക അലാ, ഇത് ഇപ്പൊ നമ്മൾ ആയത്തിന്റെ അവസാനം ആയതുകൊണ്ട് പ്രശ്നമില്ല. അതിന്റെ ഇടയിൽ ഇത് വരുമ്പോ നമ്മൾ അവിടെ നിർത്തുന്നില്ല എങ്കിൽ ആ മദ് അല്ല, അവിടെ എന്ത് വരൂല, പിന്നെ മദ്ദും വരൂല. അതിന് പുറമെ തർഖീഖും വരും. ഖദീറുൻ എന്ന് പറയത് അവിടെ സുക്കൂൻ ആയതുകൊണ്ടാണ് നമ്മളവിടെ വഖഫ് ചെയ്തപ്പോൾ സുക്കൂൻ വന്നു. ഖദീർ റായിന് സുക്കൂനായി. വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീറുൻ തൂലിജുൽ ലൈല ഫിന്നഹാർ. ഒന്നുകൂടെ ഒന്ന് നോക്കി. ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തു'തിൽ മുൽക്. ഇന്ന് പവിത്രമായ വെള്ളിയാഴ്ച രാവിലാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു തആല പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്യട്ടെ. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് മനോഹരമായിട്ട് പഠിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 26-ാമത്തെ ആയത്ത്
ഖുലില്ലാഹുമ്മ ശബ്ദുള്ള മീമുണ്ട്, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുത്തിൽ മുൽക മൻ തശാഅ وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബിയദിക്കൽ ഖൈർ, ഖൈർ അവിടെ നിർത്തുന്നില്ല എങ്കിൽ അത് വരില്ല എന്ന് പറഞ്ഞു. നബിൻ അവിടെ നിർത്താതെ ഓതാൻ വിചാരിച്ചാൽ അങ്ങനെ ചില ആൾക്കാരുണ്ട്. നബിൻ അതാണല്ലേ ബിയദിക്കൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മുടെ ക്ലാസ് ഓത്ത് മാത്രമല്ല, ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും കൂടിയാണ്. അപ്പം എന്ത് ചെയ്യാം, പഠിക്കാൻ കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യാം. അവിടെ നിർത്തിയിട്ടും നിർത്താതെ ഓതി പഠിക്കുക. അപ്പൊ ഈ നിയമങ്ങളൊക്കെ പറയുമ്പോൾ നിർത്തിയിട്ടും നിർത്താതെ ഓതി പഠിക്കുക. ഇപ്പോൾ വഖഫ് ചെയ്യേണ്ട സ്ഥലത്തും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ സ്ഥലത്തും ബിയദിക്കൽ ഖൈറു ഇന്നക്, അവിടെ നമ്മൾ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും അവിടെ നിർത്തിയൊക്കെ ഒന്ന് പഠിക്കുക. അപ്പൊ അത് പടിയുള്ളൂ. അവിടെ ഇപ്പം നിർത്തേണ്ടി വന്നാൽ എങ്ങനെയപ്പോൾ നിർത്തുക, അതൊക്കെ അതിനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. 27-ാമത്തെ ആയത്ത് തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ. ഫിന്ന ശബ്ദുള്ള നൂനാണ്. ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ. വഖഫ് ചെയ്തു. ലാമിന് സുക്കൂന തൊട്ട് മുമ്പുള്ള യാ ആണ്. യാന് സുക്കൂനുണ്ട്. മദ്ദലീനാണ്. മദ്ദലീന ആവണമെങ്കിൽ അതിനു മുമ്പും ഫത്ത് ഉണ്ടായിരിക്കണം. ല ഫില്ല ഫിൽ ലൈൽ വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. മിനൽ ഹയ്യ് എന്നല്ല, ശബ്ദമായതുകൊണ്ട് മിനൽ ഹയ്യ്. وتخرج الميت من الحي وترزق من تشاء بغير حساب. ഒന്നുകൂടെ تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. 28-ാമത്തെ ആയത്ത്. ഇവിടെ ശബ്ദുണ്ടല്ലേ ലാമിന്, അവിടെ ശബ്ദ് കൊടുക്കണോ? വേണ്ടല്ലോ, വേണ്ട. ഓതുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ഓതി നോക്കുക, എന്നിട്ടൊന്ന് നമ്മൾ ഓത്ത് ക്ലാസ് ഒന്ന് കേൾക്കുക. അപ്പൊ നമ്മളെ പിഴവുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളന്ന് ആദ്യം എന്ത് ചെയ്യുക, ഈ ആയത്ത് നോതി വെക്കുക, സ്റ്റോപ്പ് ആക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് നോതി വെക്കുക. നമ്മൾ ഓതിയ പോലെ തന്നെയാണോ ഓതുന്നത് എന്ന് നോക്കുക. لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين. നൂന് സുക്കൂനെ തൊട്ട് മുമ്പുള്ള യാ നീട്ടാനുള്ള യാ. മുഅ്മിനീൻ. لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين ومن يفعل നൂനേശം യാ ആണ് വന്നിട്ടുള്ളത്. ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം നൗമി, നൂന് വാവ് മീമ് യാ വന്നു. വമയ്യ കൂട്ടി യോജിപ്പിച്ചു. വമയ്യ കട്ടി കൊടുത്തു. കൂട്ടി യോജിപ്പിക്കുമ്പോൾ എന്തെയും സ്വാഭാവികമായിട്ടും ഒന്നൊന്നും കൂട്ടിയാൽ രണ്ടാവും അല്ലേ? അപ്പൊ നൂനും യാവും കൂടി കൂട്ടിയാൽ അവിടെ കട്ടി കൂടണം. വമയ്യ മണിക്കുകയും ചെയ്യാം. വമൻ യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ ഇല്ലാ അൻ തത്തഖൂ മിൻഹും
ഫീ ഷൈഇൻ തൻവീന് നൂന് ഒരുപോലെയാണ്. നൂന്റെ ശേഷം തൻവീന്റെ ശേഷം വന്നാൽ ഏതക്ഷരമാണ് നോക്കണം. ഇവിടെ നോക്കിയപ്പോ ഫീ ഷൈഇൻ ഇല്ല. കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു അല്ലേ, ഫൈൻ ഹാജൂക്ക് സ്കൂളിലെ നൂനിന്റെ ശേഷം ഹ വന്നാൽ എന്താ നിയമം? ഇദ്ഹാർ ചെയ്യണം. കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു അല്ലേ. അപ്പൊ അതുപോലെയുള്ള സ്ഥലമാണ്. ഫീ ഷൈഇൻ ഇല്ല, തൻവീന് ശേഷം ഹംസ വന്നു, വെളിവാക്കണം. ഫീ ഷൈഇൻ ഇല്ല അൻ തത്തഖൂ മിൻഹും തുഖാതൻ എന്നാണുള്ളത്. ഈ താഴ് നേരത്തെ പറഞ്ഞല്ലോ തൻവീൻ ഫത്ഹ ആണെങ്കിൽ തൻവീൻ ഫത്ഹോട് കൂടെ തുഖാത എന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. ഈ ഹാത്ത വരുമ്പോ നമ്മള് ആ ഫത്ത് നമ്മൾ നോക്കേണ്ടതില്ല, മാറ്റി ഹ ആയി കൊടുക്കണം. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വഇലല്ലാഹിൽ മസീർ. കണ്ടില്ലേ, നേരത്തെ പറഞ്ഞാലും ബസീർ, നക്കീർ, ഖദീർ. കണ്ടില്ലേ, നേരത്തെ പറഞ്ഞു ഖദീർ. വഇലല്ലാഹിൽ മസീർ. നൂടെ لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين ومن يفعل ذلك فليس من الله في شيء إلا أن تتقوا منهم تقاه ويحذركم الله نفسه وإلى الله المصير. 29 قل إن تخفوا ما في صدوركم أو تبدوه എന്നുള്ളത് ഹായിന് സുഖം കൊടുത്തു. ഈ ഹു ചില സ്ഥലങ്ങളിൽ ഹു നീട്ടലുണ്ടല്ലോ, ഇവിടെ നീട്ടാത്തതിന്റെ കാരണം എന്താണ്? ഹു എന്നതിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം തൊട്ടു ശേഷമുള്ള അക്ഷരം ഏതെങ്കിലും ഒന്നിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ഹു എന്നത് നീട്ടുകയില്ല. ഇവിടെ നോക്കി ഹു മീമിന് സുക്കൂനുണ്ട്, പിന്നെ ഏതായാലും നീട്ടൂല. ഞാൻ ശേഷം നോക്കിയാലോ അവിടെയും സുക്കൂനുണ്ട് അല്ലേ. അള്ളാ ഷദ്ദാണ്. ഷദ് എന്ന് പറഞ്ഞാൽ ല് പ്ലസ് ലാ എന്നാണ് അല്ലേ. ല് പ്ലസ് ലാ, ല് എന്നാണ് ആദ്യം വരുന്നത്. അപ്പൊ അവിടെയും സുക്കൂനാണ്. രണ്ടാൽ ഒരു സ്ഥലത്ത് ഉണ്ടായാൽ തന്നെ ഹു നീട്ടുകയില്ല. ഇവിടെ രണ്ട് സ്ഥലത്തും സുക്കൂനുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞു മാത്രം. നമ്മളവിടെ ഹു എന്നുള്ളടത്ത് ചിഹ്നം ഉണ്ടെങ്കിൽ നീട്ടുക, ഇല്ലെങ്കിൽ നീട്ടണ്ട. സാധാരണക്കാരായ ആളുകളോട് പറഞ്ഞത്. ഇനി കുറച്ചെന്തെങ്കിലും നിയമം അറിയണം എന്ന ഉദ്ദേശമുള്ള ആളുകൾക്ക് ആ ഒരു വിഷയം മനസ്സിലാക്കുകയും ചെയ്യാം. അവിടെയും നീട്ടിയില്ല. എന്തേ കാരണം? ശേഷമുള്ള യാ എന്നുള്ള അവിടെ സുക്കൂനില്ല. തൊട്ട് മുമ്പോൾ നോക്കി തുബുദു വാവുണ്ട്. വാവിനെന്താണ്? വാവിനൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ സുക്കൂനാണ്. ഉച്ചാരണത്തിൽ വരുന്ന അക്ഷരമാണ് നോക്കേണ്ടത്. ഔതുബുദു എന്നല്ല പറഞ്ഞ, തുബുദു എന്ന് പറഞ്ഞപ്പോ ഉച്ചാരണത്തിൽ വന്നു. വാവ് നീട്ടിയല്ലോ. അപ്പൊ വാവിനെ നമ്മൾ കൂട്ടിയപ്പോഴാണ് തുബുദു നീട്ടിയത്. എന്നാൽ എന്നതിന് ശേഷം ഹു എന്നതിന് ശേഷം ഉച്ചാരണത്തിൽ ലാ എന്നുള്ളതാണ് വന്നത്. അള്ളാഹ് എന്നുള്ളതാണ് അവിടെ ലാമാണല്ലോ വന്നിട്ടുള്ളത് അല്ലെ. അള്ളാഹു എന്നുള്ള വാക്കിൽ എന്താണ്? ലാമാണുള്ളത്. അതിന്റെ ഇടയിൽ ഒരു വസ്ലിൻ ഹംസ ഉണ്ട്. അത് നമ്മളെന്ത് ചെയ്യേണ്ടത്? ഉച്ചാരണത്തിൽ കൊടുക്കുന്നില്ല, ഉച്ചാരണത്തിൽ കൊണ്ടുവരുന്നില്ല. അപ്പൊ പിന്നെ അത് നോക്കണ്ട, ലാമിന്റെ ഏതാണ് നോക്കേണ്ടത്. ജസ്റ്റ് പറഞ്ഞത് മാത്രം.
ഔ തുബ്ദൂഹു യഅലമുല്ലാഹ് വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. തൻവീന്റെ ശേഷം ഖാഫ് വന്നു. ഇഖ്ഫായിന്റെ അക്ഷരമാണ്. ഏതൊക്കെ? ഇഖ്തിലാബിന്റെ അക്ഷരം ബ ആണ്. നൂനിന്റെ മറിച്ച് തൻവീന്റെ മറിച്ച് മീമായി കൊടുക്കേണ്ട അക്ഷരം ബ ആണ്. ബായിന് മാറ്റം വരില്ല. അതിന്റെ മുമ്പുള്ള ഇപ്പോൾ പറഞ്ഞ സുക്കൂണിലെ നൂനിന് മാറ്റം വരും. നൂന് മാറി മീമാവും. നൂനിന്റെ ശേഷം ലാമാറാ വന്നാൽ ഇദ്ഗാം ബിലാഗുന്നയാണ്. കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക, പിന്നെ മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ നൗമി കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ഇത് ബിലാഗുന്ന കൂട്ടി യോജിപ്പിക്കുക, മണിക്കരുത്. ഇത് മണിക്കുക. ഇത് അക്ഷരം ഹംസ ഐന് ഇത് വന്നാൽ നൂനിനെ വെളിവാക്യം പറയാം. ബാക്കി ഏത് വന്നാലും ഇഖ്ഫാ ചെയ്യണം. അതിൽപ്പെട്ടതാണ് ഖാഫ്. കുല്ലി ഷൈഇൻ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവസാനം മദ്ദ ആരിദ് റാഇന് സുക്കൂൻ മുമ്പ് നീട്ടാനുള്ളതാണ് അല്ലേ? മദ്ദ ആരിദ് ഖദീർ വന്നു. പക്ഷെ നിർത്തുമ്പോൾ റാഇന് സുക്കൂനാണ്. തൊട്ട് മുമ്പുള്ളത് യാ ആണ്. നീട്ടാനുള്ള യാ ആണ്. നീട്ടാനുള്ള യാ അതിന് മുമ്പ് കസറാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മദ്, പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തർക്കീക്കും ചെയ്യും. ഖദീർ എന്ന് പറയാതെ ഖദീർ. ഞവിടെ ഖദീർ എന്ന് പറഞ്ഞു നോക്കി. ഖദീർ ഇപ്പൊ എന്താ ഉള്ളൂ? അവിടെ നീട്ടലേ ഉണ്ടായിട്ടുള്ളൂ, തർക്കീക്ക് ഉണ്ടായിട്ടില്ല. ഖദീർ. ഒന്നുകൂടെ. قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير. يوم تجد كل نفس ما عملت من خير محضرا. മിൻ ഖൈരി. മിൻ സുക്കൂനുള്ള നൂനാണ്. എന്ത് ചെയ്യണം? വെളിവാക്കണം. എന്റെ കാരണം ഖ ആണ്. ഹംസ ഖ. അപ്പം മിൻ ഖൈരിൻ മുഹ്ളറൻ വമാ അമിലത് മിൻ സൂ. ഹംസക്ക് സുക്കൂൻ ചെയ്തു നിർത്തിയപ്പോൾ. من سوء تود لو أن بينها وبينه أمدا بعيدا. لو أن بينها وبينه أمدا بعيدا. ലൗ അന്ന ബൈനഹ ശബ്ദമുള്ള നൂന് മണിക്കണം. വബൈനഹു ഹു നീട്ടണം. ഹു നേരത്തെ പറഞ്ഞു. ഹു എന്ന് നീട്ടാനുള്ള കാരണം എന്താണ്? തൊട്ട് മുമ്പുള്ള അക്ഷരവും തൊട്ട് ശേഷമുള്ള അക്ഷരവും. തൊട്ട് മുമ്പുള്ള ന എന്നുള്ളതാണ് വബൈന. ഇനി ശേഷമുള്ളത് അ എന്നുള്ളതാണ്. രണ്ടിലും സുക്കൂനില്ല. അപ്പൊ നീട്ടി. ശേഷമുള്ള അക്ഷരം ഹംസയാണെങ്കിൽ ഒന്നുകൂടി കൂടുതലായിട്ട് നീട്ടും. മദ് മുൻഫസിലാകും. വബൈനഹു എന്ന് നീട്ടിയ പോരാ. വബൈനഹു ഞവിടെ ആ എന്ന അമദ എന്നതിലെ ആക്ക് സ്ഥാനത്ത് ബ എന്നാണെങ്കിൽ വബൈനഹു ബ എന്ന് പറയുള്ളൂ. ഹംസയായതുകൊണ്ട് വബൈനഹു അമദൻ ബഈദ. അമദ തൻവീനാണ് അവിടെ ഉള്ളത്. അവിടെ മീമിന്റെ ചിഹ്നം ഉണ്ടല്ലോ അല്ലേ? എന്തിനുള്ള തൻവീനാണ് അവിടെ ഉള്ളത്. ആ തൻവീന്റെ ശേഷം അമദം ബ ല്ലേ ബ ആണ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു ഫസ്റ്റ് തന്നെ സുക്കൂണുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ബ വന്നാൽ തൻവീനിനെ മാറ്റി നൂനിനെ മാറ്റി, അല്ലെങ്കിൽ ഒന്നുകിൽ തൻവീനായിരിക്കും അല്ലെങ്കിൽ നൂനായിരിക്കും. നൂനിനെ മാറ്റി മീമായി കൊടുക്കുക. അപ്പൊ അവിടെ മാറ്റണം എന്നതിന്റെ ചിഹ്നമാണ് അവിടെ മീമിന്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളത്. അമദം, അമദൻ എന്നല്ല.
അമദ എന്നല്ല, അമദ അമദം ബഈദ. മീമായി കഴിഞ്ഞാൽ പിന്നെ മീമിന്റെ നിയമമാണ്. മീമായി കഴിഞ്ഞാൽ പിന്നെന്തായി? മീമിന്റെ ശേഷം ഒന്ന് മറച്ചു മണിക്കണം. അമദം ബഈദ നിർത്തിയപ്പോൾ തൻവീൻ ഫത്ഹാണ്. ബഈദ. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അവിടെയും ഫുൻ എന്നല്ല, ഫും ബി. തൻവീന്റെ ശേഷം ബ വന്നു. രണ്ട് ലൊമ്മുണ്ട്. ആ രണ്ട് ലൊമ്മിന്റെ ശേഷം ബാ വന്നപ്പോഴാണ് അതിലുള്ള ഒരു ലൊമ്മിനെ മാറ്റി മീമായി കൊടുത്തത്. കാരണം നാം മീമാക്കി അവിടെ ഓതേണ്ട സ്ഥലമായത് കൊണ്ടാണ്. ഒന്നുകൂടെ. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل إن كنتم تحبون الله إن ഇവിടൊക്കെ ഇഖ്ഫാ ചെയ്യണം. കുന്തും അവിടെ സുക്കൂനുള്ള മീമാണ്, വ്യക്തമായിട്ട് പറയണം. ത ആണ് ശേഷമുള്ളത്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്ത ഇങ്ങനെ ഓതി ഫത്ത. അതിന്റെ ഇടയിലുള്ള ഒരു അലിഫ് കണ്ടില്ലേ, അതിന്റെ പേരാണ് വസ്ലിൻ ഹംസ എന്ന് പറയാം. അത് ചേർത്തി വായിക്കുമ്പോൾ, ഇവിടൊക്കെ നമുക്ക് ചേർത്തി വായിക്കാം അല്ലെ, ചേർത്തി വായിക്കുമ്പോൾ അത് പറയില്ല, ഉച്ചരിക്കുകയില്ല. فاتبعوني يحببكم الله ويغفر لكم ذنوبكم قل إن كنتم تحبون الله. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്തും കൂടിയാണ്. നമ്മളൊക്കെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചുകൊണ്ട് നിൽക്കാനുള്ള ആ ഒരു വലിയ മഹത്തായ സൗഭാഗ്യം ലഭിച്ചു. വിശുദ്ധ ഇസ്ലാം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ തങ്ങള് സ്വഹാബ കിറാമിന് ഇങ്ങനെ കൈമാറി പോന്ന അങ്ങനെ നമ്മുടെ മാതാപിതാക്കള്, ആ മാതാപിതാക്കളിലൂടെ നമ്മൾ ജനിക്കുകയും നമ്മൾ മുസ്ലിം ആവുകയും ചെയ്യും. വലിയ മഹത്തായ ഒരു സൗഭാഗ്യമാണ്. അല്ലാഹു തആല മരണം വരെ നിലനിർത്താനും മരിക്കുന്ന സമയത്ത് ഈമാനിലായിട്ട് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിയ സംഗതിയാണ്. നമ്മുടെ പ്രേക്ഷകരായ ഒരുപാട് ആളുകൾ കൺവേർട്ട് ചെയ്തുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്ന ഒരുപാട് സഹോദരന്മാർ വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചൊക്കെ വലിയ 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 സൗഭാഗ്യമാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മുസ്ലിമീങ്ങളായതാ, അതൊക്കെ അള്ളാഹു നമുക്ക് ഓശാരമായിട്ട് തന്നതാണ്. അവരെ സംബന്ധിച്ച് അവരെ മാതാപിതാക്കൾ, അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഒന്നും എന്തല്ല പരിശുദ്ധ ഇസ്ലാമിൽ ഇപ്പൊ നിലവിൽ ഒരു പക്ഷെ ഉണ്ടായിരിക്കൂല. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി വരാൻ എന്നുള്ള ആ ഒരു ചിന്ത കിട്ടണമെങ്കിൽ അതൊരു വല്ലാത്തൊരു തൗഫീഖാണ്.
അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അത് കിട്ടുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനൊക്കെ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ മഹത്തായ സൗഭാഗ്യം കിട്ടിയ ആളുകളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളാണ് നമ്മളൊക്കെ. ആ ഉമ്മത്തീങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അള്ളാഹുവിനെ പ്രിയം വെക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി എന്ന് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം. അല്ലേ? അള്ളാഹുവിനെ പ്രിയം വെച്ചാൽ, പ്രിയം വെക്കുന്ന ആളുകളാണെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റി, എന്നെ നിങ്ങൾ പ്രിയം വെക്കുന്നവരായിട്ട്, എന്നെ നിങ്ങൾ പിൻപറ്റുന്നവരായിട്ട് നിങ്ങൾ മാറിയാൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹ് ഇഷ്ടപ്പെടാനുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞത് ഹബീബായ ലോകത്തിന്റെ നമ്മുടെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തങ്ങളിൽ പൂർണ്ണമായിട്ടും ഒരാൾ വിശ്വസിക്കുന്നുവോ, അവൻക്ക് എന്റെ പ്രിയമുണ്ടാകുമെന്ന് അല്ലാഹു തആല. അപ്പൊ മുത്തുനബിയോടുള്ള ആ ഒരു അചഞ്ചലമായ ആ ഒരു മഹബത്ത്, അത് നമ്മളൊക്കെ മുറുകെ പിടിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സാധാരണ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അതുപോലത്തെ നിസാരമായി കാണുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം, കാരണം നമ്മൾ നബിയല്ലല്ലോ, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്ത ആളാണ്, മനുഷ്യനാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല, അതിൽ യാതൊരു സംശയം ആർക്കുമില്ല. എന്നാൽ നമ്മളെ പോലത്തെ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെ തിരഞ്ഞെടുക്കാൻ? അല്ലാഹു തആല പ്രത്യേകമായിട്ട് ഒരു വലിയ മഹത്തായ ഒരു പദവി കൊടുത്തുകൊണ്ട്, നുബുവത്തിന്റെ ആ ഒരു മഹത്തായ പദവി കൊടുത്തുകൊണ്ട്, ആ നുബുവത്ത് കിട്ടിയ ഏറ്റവും ടോപ്പ് ലെവലിൽ കിട്ടിയ ഒരു വലിയ മഹത്തായ ഒരു സൗഭാഗ്യം കിട്ടിയ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മത്തീങ്ങളാകാനും വലിയ ഭാഗ്യം ലഭിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല വലിയ ഉന്നതിയിലേക്ക് എത്തിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ നമ്മളെ പോലത്തെ ആളാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. സാധാരണ ഒരു ചെറിയ കുട്ടിയോട് പോലും പറഞ്ഞാൽ തിരിയുന്ന ഒരു സംഗതിയാണ്. നമ്മളെ പോലത്തെ ഒരു സംഗതിയുള്ള ഒരു സാധാരണ എല്ലാവർക്കും ഉള്ള ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അപ്പൊ അതിലെന്താ അർത്ഥമുള്ളത്? ആ മുത്തുനബി സല്ലല്ലാഹു നമ്മളെ പിൻപറ്റേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളായിരിക്കും പിൻപറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ പറയാ, ആ മുത്തുനബിയെ നിങ്ങൾ പിൻപറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ ഇഷ്ടം അല്ലാഹു തആല പറയാണ്, അവനോടുള്ള ഇഷ്ടം നമുക്കുണ്ടാവൂല. നമുക്കുണ്ടാവരെങ്ങനെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് ആർക്കെങ്കിലും ഉണ്ടോ, അവൻക്ക് എന്റെയും ഹുബ്ബ് ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ വ്യക്തമായി. ഇതിനപ്പുറം എന്താ പറയണ്ടേ? അല്ലാഹു തആല ആ മുഹിബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഒന്നുകൂടെ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ചില പദങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറയാൻ കിട്ടില്ല. അപ്പോൾ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞ് പഠിക്കുക. അങ്ങനെ പറഞ്ഞ് പഠിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒറ്റ ഓത്താൻ തോന്നും, അത് പറ്റൂല. കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين فإن الله لا يحب الكافرين
قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. 33-ാമത്തെ ആയത്ത് إن الله اصطفى آدم ونوحا. തൻവീനാണ്, തൻവീൻ ഫത്താണ്. വനൂഹൻ എന്നല്ല, വനൂഹ. ഇന്നല്ലാഹ ഇസ്തഫ. അവിടെ നിർത്തുകയാണെങ്കിൽ ആ മദ് ഉണ്ടാവില്ല. ആ വലിയ മദ്ദിന്റെ ചിഹ്നം നമ്മൾ എന്ത് ചെയ്യണ്ട, ഓത്തിൽ ഇന്നല്ലാഹ ഇസ്തഫ എന്ന് പറഞ്ഞ് നിർത്തണ്ട. നിർത്തുമ്പോൾ ആ മദ് ഒഴിവാകും. നിർത്തുന്നില്ല എങ്കിൽ മദ് മുൻഫസിലാണ്. ഇന്നല്ലാഹ ഇസ്തഫ ആദമ ونوحا وآل إبراهيم وآل عمران على العالمين. إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين. 34-ാമത്തെ ആയത്ത് ദിയ്യത്തൻ എന്ന തൻവീന്റെ ശേഷം വന്നു. നിയമം എന്താണ്? ഒന്ന് കമന്റ് ചെയ്യാം. ദിയ്യത്തൻ എന്ന തൻവീനാണ് അവിടെ ഉള്ളത്. ഓതുമ്പോൾ എങ്ങനെയാണ്, ഓത്തിൽ എന്താ നിയമം എന്നുള്ളത് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കുക. ദുരിയതം ബഅ്ളുഹാ മിൻ ബഅ്ള് ذرية بعضها من بعض والله سميع عليم. ذرية بعضها من بعض والله سميع عليم. إذ قالت امرأة عمران رب إني നിർത്തി. إذ قالت امرأة عمران رب إني نذرت لك ما في بطني إني نذرت لك ما في بطني محررا فتقبل مني മതി. നിർത്തിയപ്പോ നിർത്തുന്നില്ല എങ്കിൽ فتقبل مني إنك أنت السميع العليم. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും മനോഹരമായിട്ട് കഴിവിനെ പരമാവധി പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കൊരു പ്രാവശ്യം കൂടി ഓതി നോക്കണം. ധാരാളം പ്രാവശ്യം എത്ര പ്രാവശ്യം ഓതാൻ കഴിയും അത്രയും പ്രാവശ്യങ്ങൾ ഓതി നോക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സഹോദരി, നമ്മുടെ സ്ഥിരം പ്രേക്ഷകരിൽ ഒരാളായ ഒരു സഹോദരി സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലാണെന്ന് പറഞ്ഞു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കഴിഞ്ഞ ദിവസം ദുആ ചെയ്തിരുന്നു. പ്രത്യേകം ആ സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ
ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും പറയുകയും നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ദുആയിൽ ഉൾപ്പെടുത്തണം. നമ്മളൊക്കെ ആവുന്ന രൂപത്തിലുള്ള സഹായം അങ്ങനെയാണല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ്, കാരണം സാമ്പത്തികമായിട്ട് പ്രയാസം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭർത്താവ് ഇപ്പോൾ നിലവിൽ ഹയാത്തിലില്ല, മരണപ്പെട്ടു പോയി എന്നോ പറഞ്ഞ ഓർമ്മ. ജീവിച്ചിരിക്കുന്നവരുടെ ആഫിയത്തുള്ള ദീർഘായുസ്സും അതുപോലെ തന്നെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തൊരവസ്ഥ. കുറഞ്ഞതേ ഉള്ളൂ എങ്കിലും അവിടുന്നും ഇവിടുന്നൊക്കെ പല ഭാഗത്തുനിന്ന് ആളുകളിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളാകുമ്പോൾ അതൊക്കെ ചോദിച്ചു വരികയും പല നിലക്കും പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവർക്ക് നല്ലൊരു വഴി തുറന്നു കൊടുത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കും അവരുടെ മക്കൾക്കും കുടുംബത്തിനും എല്ലാം കൊണ്ടും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബെ, ഈ പവിത്രമായ ഈ വിശുദ്ധ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ രാവിലൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവരുടെ കാര്യങ്ങളൊക്കെ സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളൊക്കെ തുറന്നു കൊടുത്ത് അവർക്ക് ഇനി സന്തോഷം നൽകട്ടെ റഹ്മാനെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, കടമുള്ളവരുണ്ട്, അതുപോലെ തന്നെ സമ്പത്തില്ലാത്തതുകൊണ്ട് വീട് പണി മുറിഞ്ഞു പോയവരുണ്ട്. ഇങ്ങനെ പല നിലക്കും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ പല നിലക്കും പല സമയത്തും പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. സമ്പത്തിലും ഞങ്ങളെ ആരോഗ്യത്തിൽ, ഞങ്ങളെ ഇബാദത്തുകളിൽ, ഞങ്ങളെ സംരംഭങ്ങളിൽ, ഞങ്ങളെ കച്ചവടങ്ങളിൽ, ഞങ്ങളെ ജോലികളിൽ, മക്കളിൽ, കുടുംബത്തിൽ, കുടുംബജീവിതത്തിൽ റഹ്മാനെ റബ്ബെ ഏതെല്ലാം മേഖലകളുണ്ടോ സർവ്വ മേഖലകളിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകണേ അല്ലാഹ്. നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഒരാളുടെ മുമ്പിലും അഭിമാനം പണയം വെക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബെ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ നീ വരുത്തല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബെ ഉള്ളതിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. നീ ഖൈർ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. നിന്റെ റഹ്മത്തിനെ നീ ചൊരിയണ റഹ്മാനെ. എല്ലാം കൊണ്ട് നീ സലാമത്തിലാക്കണേ അല്ലാഹ്. നീ സലാമത്തിലാക്കണേ അല്ലാഹ്. റഹ്മാനെ റബ്ബെ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, റാഹത്തോടെ, സന്തോഷത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഇനി ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഇനി ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ തിരുജിവാറിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അവസാനം നന്നായി മരിക്കുക, ബാധ്യതകളൊന്നും ഇല്ലാതെ റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള സൗഭാഗ്യമാണ് ആ റഹ്മാനെ റബ്ബെ. ആ സൗഭാഗ്യവന്മാരിൽ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, സഹോദരന്മാർ, ജ്യേഷ്ഠാനുജന്മാർ റഹ്മാനെ റബ്ബെ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, സഹപ്രവർത്തകർ, ഭക്ഷണം നിന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ റഹ്മാനെ റബ്ബെ. ഒരുപാട് ആളുകൾ നമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഓരോ സൽക്കർമ്മത്തിനും നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. എന്തെല്ലാം പ്രവർത്തനങ്ങൾ, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നീ കബൂലാക്കി നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ പ്രത്യേകിച്ച് ഈ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതിയിട്ടുണ്ട്. ഓരോ ഹർഫിനും ധാരാളം ഹസനാത്തുകൾ രേഖപ്പെടുത്തുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ഈ പവിത്രമായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ ധാരാളം ഹസനാത്തുകൾ ഞങ്ങളെ കിതാബിൽ നീ എഴുതി രേഖപ്പെടുത്തി വെക്കണ റഹ്മാനെ. ആ കിതാബ് നൽകപ്പെടുന്ന സമയത്ത് റഹ്മാനെ റബ്ബെ വലത് കൈയിൽ ഞങ്ങളെ കിതാബ് നൽകുന്നവരിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. മീസാൻ എന്ന തുലാസ് ഞങ്ങളെ നീ ഭാരമാക്കണം റഹ്മാനെ റബ്ബെ. ആ കിതാബ് റഹ്മാനെ റബ്ബെ ഞങ്ങളെ നന്മയുടെ തുലാസിനെ നീ ഭാരമാക്കണം റഹ്മാനെ. നന്മയുടെ തുലാസിനെ നീ ഭാരമാക്കണം റഹ്മാനെ. അത് കാരണമായിട്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ
സവിധത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നീ നൽകണ റഹ്മാനെ. ഈ സൗഭാഗ്യം നൽകണ റഹ്മാനെ. ഒരുപാട് ആളുകൾ പലവിധ പ്രയാസങ്ങളുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവരുടെയും പ്രയാസങ്ങളും രോഗങ്ങളും നീ പരിപൂർണമായിട്ടും സലാമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പരിപൂർണമായിട്ടും നീ സലാമത്ത് നൽകണ റഹ്മാനെ. നീ സലാമത്ത് നൽകണ റഹ്മാനെ. ഏതെല്ലാം രോഗങ്ങളുണ്ടോ, ഏതാവെല്ലാം മറവിധ രോഗത്തൊട്ടൊക്കെ നീ കാക്കണ റഹ്മാനെ. നീ സലാമത്ത് നൽകണ റഹ്മാനെ. പരിപൂർണമായിട്ടും ശിഫ നൽകണ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തുകൾ, പ്രത്യേകിച്ച് ഞങ്ങളെ നിസ്കാരം മുടക്കുന്ന ഒരു രോഗവും ഒരു പ്രയാസവും ഞങ്ങളിൽ ആർക്കും നീ നൽകല്ല റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരാൾക്കും നീ നൽകല്ല റഹ്മാനെ. ഉള്ള രോഗങ്ങളെ നീ പരിപൂർണമായിട്ടും ശിഫ നൽകണ റഹ്മാനെ. ശിഫ നൽകണ റഹ്മാനെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരിൽ ഒരാളായ ഒരു സഹോദരിയോട് ബന്ധപ്പെട്ട ഒരാൾ വലിയ അവസാനത്തെ ഡോക്ടർമാരൊക്കെ കഴിഞ്ഞ ആ ഒരു സ്റ്റേജിലാണുള്ളത് റഹ്മാനെ റബ്ബെ. അവർക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. അവർക്ക് നീ എല്ലാം കൊണ്ടും നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളൊക്കെ ആഖിബത്തിനെ നന്നാക്കിയിട്ടുണ്ട് റഹ്മാനെ. ഹുസ്നുൽ ഖാത്തിമ കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ട്. അതിനൊക്കെയുള്ള എല്ലാ വഴികളും നീ തുറന്നു നിന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാനും മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അവർക്ക് നല്ല ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഉള്ള ജോലിയിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഉള്ള ജോലിയിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയവരുണ്ട് റഹ്മാനെ റബ്ബെ. പവിത്രമായ ഈ വിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതിയതിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ പവിത്രമായ ദിവസത്തിന്റെ രാവിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെ തന്നെ മക്കളില്ലാത്തവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ. മക്കളെ സ്വലീഹിങ്ങളായ മക്കളെ നൽകണ റഹ്മാനെ. സ്വലീഹിങ്ങളായ മക്കളെ നൽകണ റഹ്മാനെ. ഒരുപാട് ആളുകൾ സന്തോഷം പറഞ്ഞറിയിച്ചവരുണ്ട് റഹ്മാനെ റബ്ബെ. ദുആഇന്റെ ഫലമായി കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് പ്രേക്ഷകരായ ആളുകളൊക്കെ നമ്മുടെയൊക്കെ ദുആഇന്റെ ഒക്കെ ഫലം കൊണ്ട് ഒരുപാട്, അതുപോലെ തന്നെ ആമീൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് ഫലം കിട്ടിയവരും ഉണ്ട് അല്ലാഹു തആല റഹ്മാനെ റബ്ബെ. എല്ലാത്തിനും നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. നീ ഇസ്സത്തിലാക്കണ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر إلى الذين أوتوا نصيبا من الكتاب يدعون إلى كتاب الله ليحكم بينهم ثم يتولى فريق منهم وهم معرضون ذلك بأنهم قالوا لن تمسنا النار إلا أياما معدودات فغرهم في دينهم ما كانوا يفترون فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء وتعز من تشاء وتذل من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت
وتخرج الميت من الحي وترزق من تشاء بغير حساب لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين ومن يفعل ذلك فليس من الله في شيء إلا أن تتقوا منهم تقاه ويحذركم الله نفسه وإلى الله المصير قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين ذرية بعضها من بعض والله سميع عليم إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم